ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ക്രിസ്തയേശുവിലുള്ള സ്നേഹവന്ദനത്തെ നേരുന്നു. ഇന്ന് നമുക്ക് ചിന്തിക്കുവാനുള്ള വിഷയം ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ട ഒരു സമയം. ആധാരവാക്യമായി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന വേദവാക്യം അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. ഇത് ചെയ്യേണ്ടതിന് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഈ ഒരു വാക്യത്തിൽ 3 കാര്യാദികളെ കുറിച്ചാണ് നമ്മളോട് വിളിച്ചു പറയുന്നത്. ഒന്നാമത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നാം ഉറക്കത്തിലായിരിക്കുന്നുവെങ്കിൽ ഉറക്കത്തെ വിട്ട് ക്രിസ്തുവിനെ നോക്കി ഉറക്കത്തിൽ നിന്ന് ഉണരുക എന്നൊരു കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഗെത്സമന തോട്ടത്തിലായിരുന്ന സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുന്നോടിയായി ഗെത്സമന തോട്ടത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞു വന്നതിന് ശേഷം തന്റെ ശിഷ്യന്മാരെ നോക്കിയിട്ട് കർത്താവ് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ഇവിടെ നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ശാരീരികമാകുന്ന ക്ഷീണത്തെക്കുറിച്ച് മാത്രമല്ല, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന സാഹചര്യത്തെക്കുറിച്ചും കൂടിയാണ് ഇവിടെ പറയുന്നത്. ആകയാൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ ജാഗ്രതയോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തിരയേണ്ടുന്നതിന് പ്രാർത്ഥനയോടെ നാം ഉറക്കത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തുവിനെ തിരയുവാൻ വേണ്ടിയാണ് ക്രിസ്തു നമ്മോട് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 41-ാം വാക്യമാണ് ഈ ഒരു വാക്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വീണ്ടും കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പരീക്ഷകൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകും, പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ നമ്മളുടെ ആത്മാവ് പ്രശ്നങ്ങളെയും പരീക്ഷണങ്ങളെയും നേരിടുവാൻ സജ്ജമാണെങ്കിൽ, കർത്താവിനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ ഒരു പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ സമയത്തും ഓരോ സെക്കൻഡുകളിലും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് നിന്ന് കർത്താവിന് വേണ്ടി അല്ലെങ്കിൽ പരിശുദ്ധാത്മ നിയോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് നമ്മളോടും പറയുകയാണ്. രണ്ടാമത്തെ ഭാഗം നമ്മോട് പറയുന്നത് നമ്മളുടെ സമയത്തെ കുറിച്ചാണ്. ഇവിടെ സമയം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട് നിറഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം നമ്മോട് പറയുന്നു, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവിന് മുന്നോടിയായിട്ട് നമ്മൾ ജാഗ്രതയോടെ ആയിരിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തെ കുറിച്ച് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ പറയുന്നു, നമ്മളുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തിരികെ ലഭിക്കുന്നതല്ല. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മോട് പറയുന്നു, ദുഷ്കാലം കടന്നു വരുന്നു. ആ സാഹചര്യത്തിൽ നമ്മൾക്ക് എന്ത് ചെയ്യണമെന്ന് നമ്മൾ പകച്ചു നിൽക്കേണ്ടുന്നതായ ഒരു സാഹചര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ നമ്മോട് പറയുന്നത്. നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന സമയം ദുഷ്കാലത്തെ നേരിടുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഓരോ കൃപാവരങ്ങളും നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ സമയങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മൾ വിനിയോഗിക്കണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു സമയവും പ്രാർത്ഥനയോടെ ഓരോ സെക്കൻഡുകളും നമ്മൾ വിനിയോഗിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾക്ക് നമ്മൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അവസാന സമയത്തും കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ വിശ്വാസത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിലും നമ്മൾ ഓർക്കേണ്ടുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹിതം എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടേണ്ടത്. അതിനാൽ നമ്മൾ ഓരോ സമയവും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, സമയങ്ങൾ മുന്നോട്ട് ചിലവഴിക്കുമ്പോൾ വളരെ ആലോചിച്ചുകൊണ്ട് കർത്താവിനോട് നമ്മൾ ചോദിക്കണം, ഞാൻ ഇന്ന സമയം എന്താണ് ചെയ്യേണ്ടുന്നത്, ഇനി എന്താണ് ചെയ്യണം. ഇവിടെ നമ്മോട് പറയുന്നത് ഇങ്ങനെയാണ്, ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ഇപ്പോഴുള്ള സമയം നമുക്ക് നല്ലൊരു സമയമായിരിക്കാം,
എന്നാൽ മുന്നോട്ടുള്ള സമയത്തെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ വരാൻ പോകുന്നതായ പീഡനകാലത്തെക്കുറിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം പ്രാർത്ഥനയോടെ കർത്താവിനോട് ചേർന്ന് നിന്ന് പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിക്കേണ്ടതായിട്ട് അതിന്റെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. മൂന്നാമത്തെ ഭാഗം നമ്മോട് പറയുകയാണ് വീണ്ടെടുപ്പിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് ലഭിക്കണമെങ്കിൽ നമ്മളുടെ സമയം കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി വിനിയോഗിക്കുക. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് നമ്മളുടെ ദുഷ്കാലത്തിന് വേണ്ടി, അതായത് നമ്മുടെ വീണ്ടെടുപ്പിനോടെടുക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ വീണ്ടും വരവിനോടെടുക്കുന്ന സമയത്ത് നമ്മളുടെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാകും, വേദനകൾ ഉണ്ടാകും, നിന്ദകൾ ഉണ്ടാകും, പരിഹാസം ഉണ്ടാകും. ഇവിടെ തിരുവചനം നമ്മോട് പറയുന്നു, സങ്കീർത്തനങ്ങൾ 121 1 വാക്യം നമ്മോട് ഇങ്ങനെ പറയുന്നു, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്നും വരുന്നു. അപ്പൊ നമുക്ക് വീണ്ടെടുപ്പ് വരുന്നത് മനുഷ്യരിൽ നിന്നല്ല, സഹായിപ്പാൻ കഴിവില്ലാത്ത അല്ലെങ്കിൽ സഹായിപ്പാൻ എല്ലാ അവസരങ്ങളും ലഭിച്ചിട്ടും നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന പ്രഭുക്കന്മാരിൽ നിന്നല്ല, സുഹൃത്തുക്കളിൽ നിന്നല്ല, ഉന്നതങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ടാകും. അപ്പോസ്തലനായ ഈ കാഴ്ചകൾ നമ്മൾക്ക് കാണണമെങ്കിൽ വളരെ ജാഗ്രതയോടെ നമ്മളുടെ സമയം നമ്മൾ വിനിയോഗിക്കുക. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന പൊന്നു ദൈവമേ, പൊന്നുനാമത്തിനെ നന്ദി അർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് അടിയങ്ങൾക്ക് നൽകുന്ന ഓരോ സമയങ്ങളും, ഓരോ സെക്കൻഡുകളും, ഓരോ ദിവസവും, ഓരോ കാലഘട്ടവും ദൈവമേ അങ്ങയുടെ നാമ മഹത്വത്തിന് വേണ്ടി വിനിയോഗിക്കുവാൻ അങ്ങ് അവിടുന്ന് സഹായിക്കണമേ. തിരുവചനങ്ങൾ പഠിക്കുമ്പോൾ വരാൻ പോകുന്ന സമയം അടിയങ്ങൾക്ക് വളരെ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്ന സമയമാണെന്ന് അടിയങ്ങൾ അറിയുന്നു. അതിന് മുന്നോടിയായി ദൈവമേ, ഇനി മുതലുള്ള സമയങ്ങൾ ഓരോ സെക്കൻഡുകളും അങ്ങയ്ക്ക് വേണ്ടി വിനിയോഗിച്ച് പ്രാർത്ഥനയിലും ജാഗ്രതയിലുമായിരിക്കുവാൻ അങ്ങ് സഹായിക്കണം. അരിമരക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങൾ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ പൊന്നു ദൈവമേ. ആമേൻ.